ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക്, അതായത് ഫിനാലയിലേക്ക് കടക്കാനായിട്ട് ഇനി 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഈ സീസൺ ആര് വിജയിക്കണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹം. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ആരുടെയാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നതായിരിക്കും. ഈ ഒരു സീസൺ വിജയിക്കാൻ എന്തുകൊണ്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാള് അനീഷ് ആണ് എന്ന് നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ലൈവ് കാണുന്ന ഒരാളാണ്, 24/7 ലൈവ് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിപ്രായം കാണും. മറിച്ചും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ട് കമന്റ് സെക്ഷനിൽ പറയുക. അനീഷ് ആദ്യ ദിവസം മുതൽ ഇന്നേ വരെ കളിച്ചു വന്നിട്ടുള്ള ഗെയിമിന്റെ ഒരു അനാലിസിസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് നിന്നിട്ടാണ്, പൊതുവെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് കളിച്ചിട്ടുള്ളത്. എവിടെയും ആരോടും സ്വന്തം നിലപാട് പ്രകടിപ്പിക്കാനായിട്ട് അനീഷ് ഒരു മടിയും കാണിച്ചിട്ടില്ല. അത് ഓപ്പൺ ആയിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അനീഷ് ഒഴികെ എല്ലാവരും ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പിസം സ്റ്റാർട്ട് ചെയ്തപ്പോഴും അനീഷ് എല്ലാവരും ഒരു കൈ അകലത്താണ് നിർത്തിയിരുന്നത്. അത് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിസം പരിപാടി ഇങ്ങനെ വഷളായി വന്നപ്പോ പോലും ആ ഒരു ഗ്രൂപ്പിൽ ഒന്നും അനീഷ് കയറി പറ്റാതെ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നിട്ടാണ് അനീഷ് ഗെയിം കളിച്ചത്. അത് ഈ പറഞ്ഞ പോലെ അവിടെയും ഇവിടെയും ഇരുന്ന് കണ്ടവരുടെ പരദൂഷണം പറഞ്ഞ് ആ പരദൂഷണം വേറുള്ളവരുടെ ചെവിയിലേക്ക് എത്തിച്ച് ദുഷിച്ച് അങ്ങനെയൊന്നും അനീഷിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഗെയിം ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അനീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്രൂപ്പിസം ഗെയിം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് രീതിയിലുള്ള ഒരു ഗെയിമും പുറത്ത് വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അനീഷ് അങ്ങനെ കളിച്ച് കാണത്തില്ല. കാരണം 24/7 ഇത്രയും ദിവസം ഫോളോ ചെയ്തതാണ്. അതിനകത്തൊന്നും അനീഷിന്റെ ഭാഗത്തു നിന്നും വേറൊരു കണ്ടസ്റ്റന്റിനെ പറ്റി മോശമായ ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല. ഈ ഷോയിൽ ആൾബലം ഇല്ലാതെ 100 ദിവസം നിൽക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അവിടെ പോയിട്ടുള്ള പലരും പുറത്തു വന്നിട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എളുപ്പമേ അല്ല. പക്ഷെ അനീഷ് 100 ദിവസവും ഇപ്പൊ നിൽക്കാനായിട്ട് പോകുന്നത് ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറിയാണ്. അത് കോമണർ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 19 പേരുടെയും ആവശ്യങ്ങള്, അവരുടെ കാര്യങ്ങളിലെല്ലാം തന്നെ അനീഷിന് നല്ലൊരു ശബ്ദം ഉണ്ടായിരുന്നു. ഹൗസിന്റെ തന്നെ ഒരു വോയിസ് ആയി മാറുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ്. ലിവിംഗ് റൂമിൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു പ്രശ്നം ഇപ്പൊ സോൾവ് ആയിട്ടിരിക്കുന്നത്. എല്ലാവരും എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വഴക്കുകൾ നമ്മൾ കണ്ടേനെ, വഷളായേനെ. അപ്പൊ പലപ്പോഴും ആ മെച്യൂരിറ്റി അനീഷ് കാണിക്കാറുണ്ട്. അപ്പൊ അത് ന്യായം അന്യായം ഇതൊക്കെ നോക്കി അനീഷ് പ്രതികരിക്കുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ മെച്യൂർ ആയിട്ടാണ് അനീഷിന്റെ ഓരോ ഗെയിമിംഗ് അപ്രോച്ചും. പിന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഇപ്പോ അവിടെയുള്ള മത്സരാർത്ഥികളോട് ജയിലിലേക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാലും അവര് നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന 2 വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അനീഷും ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും കാണത്തില്ല. കാരണം അങ്ങനെയായിരുന്നു 2 പേരുടെയും ഗെയിം എന്ന് പറയുന്നത്. ആ രീതിയിൽ ഒറ്റപ്പെടുത്താനേ അവിടെ ഉള്ളവര് ശ്രമിച്ചിട്ടുള്ളൂ. അത് പലപ്പോഴായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 4-5 തവണ ജയിലിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇത്രയും തവണ ജയിലിൽ പ്രവേശിക്കാൻ മാത്രം അനീഷ് ഒരു തെറ്റും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ടാസ്കുകളിലെ പ്രകടനം എടുത്താലും അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ അനീഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഷോയിൽ ഉടനീളം മിണ്ടാതെ നിൽക്കണം എന്ന് പറഞ്ഞൊരു ചാലഞ്ച് ബിഗ് ബോസ് കൊടുത്തു. ത്യാഗി ടാസ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതായിരുന്നു ത്യാഗി ടാസ്ക്. അപ്പോ ആ ഒരു ടാസ്കില് അത്രയും ത്യാഗം സഹിക്കാൻ പറ്റുന്നവര് മാത്രം പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു ബിഗ് ബോസിന്റെ ഡിമാൻഡ്. അനീഷ് പോയി, അനീഷ് എണീറ്റ് നിന്നു. എന്നിട്ട് അവിടെ മിണ്ടാതെ പോയി നിന്നതിന്റെ പേരിൽ അനീഷ് എന്തൊക്കെ ഫേസ് ചെയ്തു, എന്തൊക്കെ അഗ്രഷനാണ് അക്ബറും പിന്നെ അപ്പാനിയും ഒക്കെ അന്ന് കാണിച്ചു കൂട്ടിയത് അനീഷിന് നേരെ. അപ്പൊ ഇതൊക്കെ ഓർക്കണം. ഈ രീതിയിലുള്ള ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു ഗെയിമാണ് അനീഷ് കളിച്ച് വന്നത്. പലപ്പോഴായിട്ട് ഷാനവാസ് ഒക്കെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ എതിരഭിപ്രായമുള്ള സമയത്ത് ഷാനവാസ് നല്ല ഒന്നാന്തരമായിട്ട് തന്നെ അനീഷിനെ തേച്ചിട്ടുണ്ട്. അനീഷ് അപ്പോഴൊക്കെ മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി എനിക്ക് സൗഹൃദങ്ങൾ ഇല്ല എന്ന് പറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയും പറഞ്ഞിരുന്നു. ഇപ്പൊ വീണ്ടും അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ട്രാക്കിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഷാനവാസിന് ഇത് വെറും ഒരു ട്രാക്ക് ആയിരിക്കാം, പക്ഷെ അനീഷിന് അത് ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അങ്ങനെ സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലൊക്കെ ഒരു ആത്മാർത്ഥത കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ആര്യൻ ജിസേൽ പ്രശ്നം ഈ സീസണിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. മോറൽ പോലീസിങ് ഇഷ്യൂ ആയിരുന്നു അത്. അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിനകത്ത് അനീഷിന്റെ ഒരു നിലപാട് നിങ്ങൾ കണ്ടതാണ്.
അനുവിന്റെ പക്ഷത്ത് നിന്നതേയില്ല. അനുമോളുടെ പക്ഷത്ത് ഒട്ടും തന്നെ അനീഷ് നിന്നിട്ടില്ല. ആ ഒരു കേസില് ജിസേലിനെയോ ആര്യനെയോ ഒന്നും അനീഷ് നാക്കെടുത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. അവരെ പറ്റി ഒരു രീതിയിലുള്ള മോശമായ പരാമർശവും അനീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു. പിന്നെ അനീഷിന്റെ ഒരു ക്വാളിറ്റിയാണ്, എവിക്ഷന്റെ സമയത്ത് ആര് പുറത്തായാലും അവരെ പറ്റി നല്ലതോ മോശമോ ഒന്നും അനീഷ് പറയാറില്ല. അത് ആഘോഷിക്കാറുമില്ല, അതിനെപ്പറ്റി കളിയാക്കാറുമില്ല. ആര് പുറത്തു പോയാലും ഹഗ് ചെയ്ത് അവരെ മാന്യമായിട്ടാണ് അനീഷ് പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലക്ഷ്മി തന്റെ അഭിപ്രായം മാറ്റി മാറ്റി പറയുമ്പോഴും പിന്നിൽ നിന്ന് കുത്തിയപ്പോഴും ചിരിച്ചുകൊണ്ട് അനീഷ് അതൊക്കെ ഏറ്റെടുത്തു. അവരുടെ ആരോഗ്യപരമായ സംസാരം വളരെ നന്നായി പ്രേക്ഷകര് ലൈവിൽ കണ്ടിരുന്നു. അത്രയും ക്വാളിറ്റി സംസാരങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ലൈവിൽ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ഷാനവാസ് നെവിൻ ഇഷ്യൂ പോലത്തെ ഒരു ഇഷ്യൂവും ആർക്കെതിരെയും അങ്ങനത്തെ ഒരു ഡേർട്ടി ഗെയിമും അനീഷ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള ഗെയിം അല്ലാതെ അനീഷ് അവിടെ ഒരു ഗെയിമും ആർക്കെതിരെയും കളിച്ചിട്ടില്ല. ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ലെവലിലുള്ള അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള അങ്ങനെ ആ ലെവല് കടന്നു പോകുന്ന ലിമിറ്റ് വിട്ടുള്ള ഒരു കളിയും അനീഷ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അനീഷിന് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്. എല്ലാവരെയും കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അനീഷ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്താ പറയാ, ആരെയും ഓവറായിട്ട് അധിക്ഷേപിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അവഹേളിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ വിധവ, ലെസ്ബിയൻ, പിന്നെ എന്താണ് നോർത്ത് സൗത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അനീഷ് നോക്കിയിട്ടില്ല. വൈൽഡ് കാർഡ്സ് ആകെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കോമണർ ആണ്. ആ ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അനീഷ് എന്തൊക്കെ വിവാദങ്ങളാണ് പുറത്ത് ഫേസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് അനീഷ് ഫേസ് ചെയ്തത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം. കൂടുതൽ കോമണേഴ്സിനെ, കൂടുതൽ സാധാരണക്കാരെ ഇനി ബിഗ് ബോസിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ പുകിലായിരുന്നു. പിന്നെ ഫിനാലിലേക്ക് എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ് ഇത് ജയിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റയ്ക്ക് നിന്ന് ഇവിടം വരെ പൊരുതി ജയിച്ച ഒരാൾ തന്നെ ഈ സീസൺ വിജയിക്കണം. അനുമോളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അനുമോൾക്ക് എപ്പോഴും മോറൽ സപ്പോർട്ടായിട്ട് 2-3 പേര് കൂടെ ഉണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ ശൈത്യ ഉണ്ടായിരുന്നു, പിന്നീട് ആദില നൂറ വന്നു, ഇടയ്ക്കൊക്കെ പലരും ഉണ്ടായിരുന്നു. അനുമോളുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അക്ബറിനെ എടുത്തു കഴിഞ്ഞാൽ അക്ബറിന് പട തന്നെ ഉണ്ടായിരുന്നു. നെവിനെ എടുത്തു കഴിഞ്ഞാൽ നെവിനും എല്ലാവരുമായിട്ടും ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരെയും ഹഗ് ചെയ്ത് എല്ലാവരുടെയും കൂടെ നടന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ അതേപോലെ ഷാനവാസിന്റെ കൂടെ ആദില നൂറ അപ്പോഴും നിപ്പുണ്ട്, ഇപ്പോഴും നിപ്പുണ്ട്. അപ്പൊ ഇവരെയൊക്കെ അപേക്ഷിച്ച് അനീഷ് മാത്രമാണ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഒരു മോറൽ സപ്പോർട്ടും ഇല്ലാതെ ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ആദ്യത്തെ 2 വീക്കിൽ അനീഷ് സ്വീകരിച്ച ആ ഒരു നിലപാട് അത് എല്ലാവരും വിമർശിച്ചിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. രാവിലെ എണീറ്റുള്ള ചൊറിച്ചിലും വെറുപ്പിക്കലും ഒക്കെ എല്ലാവരും വിമർശിച്ചിട്ടുള്ള കേസാണ്. ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും വിമർശിച്ചിട്ടുള്ള കേസ് തന്നെയാണ്. പക്ഷെ പിന്നീട് ഒരു മനുഷ്യന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സീസൺ വിജയിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനീഷ് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് 2 ആഴ്ച കണ്ട ഒരാളെ അല്ല നമ്മൾ പിന്നീട് കണ്ടത്. അതിന് കാരണങ്ങളും ഉണ്ട്. അതിന് വ്യക്തമായ കാരണങ്ങളും അനീഷ് തന്നെ അവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സീസൺ വിജയിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ അനീഷ് ആണെന്ന് ഞാൻ പറയും. പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.